കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞു നടത്തിയത് കോടികൾ തട്ടിക്കാൻ നടത്തിയ പ്രഹസനമാണെന്നാണ് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവും നടന്നതിനാൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ് കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് കൈമാറിയത്. ഇത് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറി. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പണം അയച്ചതിന്റെയോ ടീം കൈപ്പറ്റിയതിന്റെയോ രേഖ സർക്കാർ ഫയലുകളിലില്ല. AFAയും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിന്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാർ ഉള്ളതിന്റെയോ രേഖകളും സർക്കാരിന്റെ പക്കലില്ല. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിന്റെ രേഖകളൊന്നും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. അർജന്റീന ടീമിന്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് അയച്ചു. അർജന്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നുമില്ലാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുമെന്ന് കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും. 126 കോടി പണം കൈമാറ്റത്തിൽ 22.68 കോടി സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് അടുത്തിടെ സമൻസ് അയച്ചു. AFA പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖ. 2 വർഷത്തിന് ശേഷം ഇവ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് കൈമാറി. അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ടാഡ് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യ കത്തയച്ചത്. അതിന് 20 ദിവസം മുൻപ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു അന്ന് മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് സ്ഥാപനത്തിനെന്നും റിപ്പോർട്ടിലുണ്ട്. ടെൻഡർ ഇല്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിസിനസ് റൂൾസ്, സെക്രട്ടേറിയറ്റ് മാനുവൽ, സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്നിവയുടെ ലംഘനവും നിയമധനകാര്യ വകുപ്പറിയാതെ കരാർ നടപ്പിലാക്കിയതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ നൽകിയ പരാതിയിന്മേൽ കായിക വകുപ്പ് മന്ത്രി ഉത്തരവിട്ട അന്വേഷണത്തെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് സൂചന.